பேரு பருந்த. அந்த பருந்து கீழ 100 பசங்க. അത് കുറയും പ്ലേ വന്നില്ലേ? So here we go. Eagle X X-Landis നടത്തുന്ന റാംപേജ് ദ PvP ടൂർണമെന്റിന്റെ ഗ്രാൻഡ് ഫിനാലയിലെ മാച്ച് നമ്പർ 2 ഞങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു നിങ്ങളെ. അതുപോലെ തന്നെ കമന്ററി ബോക്സിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു MRC ഗോകു. കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലും ഇന്നലത്തെ ഫസ്റ്റ് മാച്ചിന് ശേഷം നമുക്ക് ബാക്കി മാച്ച് നടത്താൻ പറ്റില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗ്രാൻഡ് ഫൈനൽസിന്റെ ബാക്കി 4 മാച്ചസ് ആണ് നടക്കാൻ പോകുന്നത്. സോ സെക്കൻഡ് മാച്ചാണ് നടക്കാൻ പോകുന്നത്. നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പ് ആയിട്ട് TV ആണ് നിൽക്കുന്നത്. ഈ ഒരു മാച്ചിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യും നമുക്ക് നോക്കാം. ആര് ഡോമിനേറ്റ് ചെയ്ത് നോക്കാം, ആര് ചാമ്പ്യൻ ഒന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് പൊളിക്കട്ടെ. പിന്നല്ല MRC ഗോകു. നമുക്ക് PL ഇവിടെ കുറയുന്നുണ്ട്. PL ഒക്കെ കുറഞ്ഞു, PL ഒക്കെ നോർമൽ ആവുന്നുണ്ട്. ആൻഡ് അത് PL നമ്മൾ തുടക്കം അങ്ങനെയാണ്. ഞങ്ങൾ ഇനി മേളത്തെ സ്റ്റാറ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടേക്കാത്തതുകൊണ്ടാണ്. PL ഒക്കെ നോർമൽ ആവും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ആൻഡ് നമുക്ക് പ്ലേയേഴ്സ് എല്ലാം ഫ്ലൈറ്റ് ചെയ്യുന്ന നേരെ തലകുത്തന്നെല്ലാം ആശയോ. ഹലോ TJ versus മാസ്. TJ സേവിയറുടെ മാസ്ക് പോയി ഫിനിഷ് ചെയ്യുന്നു. സ്പെക്കില്ല. സോ TJ ലോബ് റുക്കി മാസ് അൺബാനെ നോക്കാക്കുന്നു. മാസ് വേഴ്സസ് TJ ദി ഫസ്റ്റ് ഫൈറ്റ്. റോബി ലുക്കി അവിടെ ഒരു നോക്ക് എടുത്ത് ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. ഒരു ഡ്രോപ്പ് ഫൈറ്റ് വന്നിരിക്കുന്നു. അഗസ്ത്യ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ. ആൻഡ് റംബൂട്ടാൻ അവിടെ സേവിയറിനെ നോക്കാക്കുന്നു. റംബൂട്ടാൻ അവിടെ സേവിയറിനെ നോക്കാക്കി ഫിനിഷ് ആക്കുന്നു. ഫിനിഷ് ആക്കിയിട്ടില്ല ഇതുവരെ. റംബൂട്ടാനെ ഫിനിഷ് ആക്കുന്നു. ഒരു കിൽ പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. റോബ് ലുക്കി അവിടെ നല്ല ടാക്കറാണ്. റോബ് ലുക്കി ആ ഒരു SP നിന്ന് അടുത്തൊരു നോക്ക് കൂടെ ഇടുന്നു. റംബൂട്ടാൻ വേഴ്സസ് റോബ് ലുക്കി. റംബൂട്ടാനെ അടിച്ചു. റംബൂട്ടാനെ റോബ് ലുക്കി നോക്കാക്കുന്നു. സോനുമോനെ അഖിൽ ജോഡ് നോക്കാക്കുന്നു. TJയുടെ സൈഡിൽ നിന്ന് ഒരു അടിപൊളി ഇനിഷ്യൽ ഫൈറ്റ്. TJ വേഴ്സസ് മാസ് ഓൺ ദ ഡ്രോപ്പ് ഫൈറ്റ്. ടൈസൺ നോക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ടൈസന് ഗണ്ണെടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഗണ്ണെടുത്തു പക്ഷെ വെടിവെക്കാൻ പറ്റില്ല. റോബ് ലൂക്കി വീണ്ടും ഒരു നോക്ക് കൂടെ. 4ാമത്തെ നോക്കാണ് റോബ് ലൂക്കി അവിടെ ഇട്ടിരിക്കുന്നത്. മാസിലെ ബുള്ളോപ്പി മാത്രം ബാക്കി. ബുള്ളോപ്പി 2 പേര് മാത്രം ബാക്കി തോന്നുന്നു. മാസിലെ ഡിവൈനും ബുള്ളോപ്പി മാത്രമാണ് ബാക്കി. അല്ലല്ല, കുറച്ച് പേരൊക്കെ ഒന്ന് മാറി ഇറങ്ങിയിട്ടുണ്ട് മാസിലത്. സോ പൊസിഷൻ പോയിന്റ് എന്തായാലും പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാസിലെ ഡിവൈൻ ഒരു നോക്ക് എടുത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഡിവൈൻ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് TJ ജോർഡ്സ്പിക്ക് അവിടെ ഡിവൈനെ നോക്കാക്കുന്നു. ബുള്ളോപ്പി മാത്രമാണ് ബാക്കി. ബുള്ളോപ്പിക്ക് ഓടി രക്ഷപ്പെടാനുള്ള ചാൻസസ് ഉണ്ടോ നോക്കാം. ബുള്ളോപ്പി മാത്രം ബാക്കി. കറന്റ് ഇവിടെ ബുള്ളോപ്പി മാത്രമാണ്. മാസിലെ പ്ലേയേഴ്സ് ബാക്കി. മാസിലെ പ്ലേയേഴ്സിന് നല്ല പണി കിട്ടി. TJക്ക് ആണെങ്കിൽ നല്ലൊരു അഡ്വാൻറ്റേജ്. പക്ഷെ TJക്കും അവരുടെ ഒരു പ്ലെയറിനെ ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മാസിലെ റെക്സ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. മാസിലെ റെക്സിന് പക്ഷെ ബുള്ളോപ്പിയെ ഹണ്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ബുള്ളോപ്പി മല കടന്നോടി. ബുള്ളോപ്പിയുടെ പുറത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഉണ്ട ഇപ്പോഴും ബുള്ളോപ്പിയുടെ പുറത്തുണ്ട്. നോക്കുന്നു നട്ടലിന് തന്നെ നടുക്കായിട്ട് വലിയൊരു റൗണ്ട്. അതെ നോക്കുവാണെങ്കിൽ TJ കഴിഞ്ഞ ആ ഒരു ഫസ്റ്റ് മാച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു ഏർലി എക്സിറ്റ് ആയിരുന്നു TJക്ക്. സോ TJക്ക് ഒരു വെൽ നീഡഡ് പോയിന്റ്സ് തന്നെയാണ് ഈ TJ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു ഡ്രോപ്പിൽ മാഫിയ ഫസ്റ്റ് ഫൈറ്റ്. അടുത്ത ഫൈറ്റ് ഇവിടെ കമ്മിറ്റ് ആവുന്നു. KVA വേഴ്സസ് മാഫിയ. KVAയുടെ മെയിൻ ലൈനപ്പും മാഫിയയും തമ്മിലുള്ള ബാറ്റിലാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. KVA വേഴ്സസ് മാഫിയ. KVAയുടെ ട്രാക്കിന് അവിടെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. KVA വേഴ്സസ് മാഫിയ. അൾട്രോൺ അതിന്റെ മോളിൽ കയറിയിട്ടുണ്ട്. KVA വേഴ്സസ് മാഫിയ. കുട്ടിദാസ് ക്രിസ്ത്യ ഒരു നോക്കിരുന്നു. BS കർപ്പോട്ടക് സോണില് ഹോക്കി ഒരു നോക്കിരുന്നു KVAക്ക് വേണ്ടിയിട്ട്. ബാറ്റ്മാൻ ഒരു നോക്കിരുന്നു KVAക്ക് വേണ്ടിയിട്ട്. സിദ്ധു ഒരു നോക്കിരുന്നു KVAക്ക് വേണ്ടിയിട്ട്. ഒരു കാഷ്വാലിറ്റി പോലെ KVA സൈഡിൽ ഇത് വന്നിട്ടില്ല ഇതുവരെ. ഡ്രേക്കൻ ഒരു നോക്കിരുന്നു KVAക്ക് വേണ്ടി. ഡ്രേക്കൻ ഒരു നോക്കിടുന്നു. ഹോക്കി അടുത്തൊരു നോക്കിടുന്നു KVAക്ക് വേണ്ടിയിട്ട്. ഹോക്കിയുടെ വക അടുത്തൊരു നോക്ക്. ആൻഡ് ക്രിസ്റ്റിയുടെ വക അടുത്തൊരു നോക്ക് KVAക്ക് വേണ്ടി. ഹോക്കി നോക്കാവുന്നു. അപ്പേലോ പാറ്റോ KVA ഒരു നോക്കിടുന്നുണ്ട്. സിദ്ധു അവിടെ മാഫിയ പക്കനെ ഫിനിഷ് ചെയ്യുന്നു. ഡ്രേക്കൻ അവിടെ ഒരു അടുത്ത് നോക്കിടുന്നു. ആൻഡ് മാഫിയെ വൈപ്പ് ഓഫ് ആക്കുന്നു. KVAയുടെ മെയിൻ ലൈനപ്പ്. KVA സെക്യൂറിംഗ് 10 kill ഫോർ ദ ടീം. ആൻഡ് കറന്റ്ലി നമുക്ക് നോക്കാം എല്ലായിടത്തും ഇനിഷ്യൽ ഫൈറ്റ്. ആദ്യത്തെ ടീം 12 ടീമിലെ ആദ്യത്തെ ടീം അവിടെ വൈപ്പ് ഓഫ് ആയി പോയിട്ടുണ്ട്. മാഫിയ വിൽ ബി എലിമിനേറ്റിംഗ് ഫ്രം ദ ലോബി. നമുക്ക് പോയിന്റ് ടേബിൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല. നമുക്ക് നോക്കാം എന്താണ് ഗോകു ഇവിടുത്തെ അപ്രോച്ച് ഡിഫറെന്റ് ആണല്ലോ ഇന്നത്തെ ദിവസം. അതെ നോക്കുവാണെങ്കിൽ എല്ലാ ടീമിന്റെ ഡ്രോപ്പ്
വ്യത്യസ്തമാണ്. നോക്കണേ CM TJയുടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട്. TJക്ക് ഇത് കുറച്ച് പോയിന്റ്സ് കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് മാച്ച് അവർ എയർലി എക്സിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് ഈ ഒരു CM ആയിട്ടൊരു ഫൈറ്റ് വരികയാണെങ്കിൽ അവര് വീണ്ടും ഒരു എയർലി എക്സിറ്റ് ആണെങ്കിൽ കുറച്ച് പണി പാളും TJയുടെ ഭാഗത്ത്. നമുക്ക് നോക്കാം എന്തായാലും. സോ നോക്കുകയാണെങ്കിൽ കിൽ അപ്ഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട് guys. നോക്കുകയാണെങ്കിൽ കറന്റ് KVA വിത്ത് 10 കിൽ ഡോമിനേറ്റിംഗ് ലീഡിംഗ് ദ ലോബി എന്ന് പറയണം. 10 കില്ലോട് കൂടി TGA 7 കില്ലും മാസ് 3 കില്ലുമാണ് കറന്റ് ഉള്ളത്. ആൻഡ് മാഫിയ 1 കില്ലോട് കൂടി KVAയുടെ ഒരു പ്ലെയർ അപ്പൊ എലിമിനേറ്റ് ആയിട്ടുണ്ട്. 1 കില്ലോട് കൂടി മാഫിയ എന്താണ് റെക്സിനെ ഇവിടെ കണ്ടായിരുന്നു? കണ്ടില്ല, അല്ല തുടക്കത്തെ ഫൈറ്റിലെ ഉണ്ടായിരുന്നു. റെക്സ് അവിടെ വിളിച്ചിരിക്കുവാണ്. റെക്സ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ബുള്ളോപ്പി ഇട്ടിട്ട് ഓടിക്കളഞ്ഞ്. TJ 7 പേര്, പിന്നെ മാസില് 3 പേര്. സോ ഒന്ന് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഡ്രോപ്പ് ഒരു ചേഞ്ച് ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു മെയിൻലി ഈ ഒരു TJ മാസും ഈ ഒരു യൂട്യൂബ് ഏരിയ ഹോൾഡ് ഡ്രോപ്പ് ചെയ്ത് തന്നെ മേ ബി പെട്ടെന്ന് തന്നെ ആ ഒരു മൗണ്ടൻ പിടിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ CM പെട്ടെന്ന് തന്നെ ആ ഒരു മൗണ്ടനിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TJ ഇനി അത് കാണുമോ അതോ TJക്ക് ഒരു സർപ്രൈസ് അറ്റാക്ക് കിട്ടുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും TJയിൽ 3 പ്ലേയേഴ്സ് ആണ് ഡൗൺ ആയിട്ടുള്ളത്. നടക്കുന്നു. ടോറസ് വീഴാനുള്ള ചാൻസ് ഉണ്ടോ? ടോറസിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. അടുത്ത ഫൈറ്റും ഇവിടെ ഇനിഷ്യേറ്റീവ് ആയിട്ടുണ്ട്. ബാഷ അവിടെ ഫെക്സറിനെ നോക്കാക്കുന്നു. ഫെക്സർ അവിടെ നോക്കാവുന്നു. ലോഡ് ഫാൽക്കോട് ഡെവിനെ നോക്കാക്കുന്നു. ലോഡ് ഫാൽക്കോട് അടുത്തൊരു നോക്ക്. ഡെക്കറോട് വിപ്സിയെ നോക്കാവുന്നു. ആൻഡ് ഫ്ലിക്ക് അവിടെ അഗസ്റ്റിനെ നോക്കാക്കുന്നു. R7 ഒരു കംബാക്ക് ആണ്. ലോഡ് ഫാൽക്കോഡർക്ക് കില്ല് ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ R7 വിസ്ഡം ഒരു നോക്കെടുക്കുന്നു. അസീമോടെ തലപതിയെ നോക്കാക്കുന്നു. മാധവനുണ്ണി തലപതി അവിടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. അസീം നിൽഗോട്ടോടെ പപ്പു ഒരു നോക്കെടുക്കുന്നു. വിസ്ഡം അവിടെ നോക്കാവുന്നു. ബാഷ ഒരു നോക്കെടുക്കുന്നു. ബാഷ അവിടെ ടോറസിനെ നോക്കാക്കുന്നു. ഇസത്തേട്ടിക്ക് വളരെ കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു പ്ലെയർ കൂടിയാണോ? ഇസത്തേട്ടിയെ വൈപ്പ് ഓഫ് ചെയ്യുന്നു. R7 securing another 10 kills. ആൻഡ് R7 എല്ലാ പ്ലേയേഴ്സിനെയും ഇല്ല, തലപതിയെയും വിപ്സിയെയും ഫിനിഷ് ഓഫ് ആക്കി കളഞ്ഞു. 2 പ്ലേയേഴ്സിനെ നഷ്ടമായിരിക്കുന്നു R7 ആ ഒരു ഫൈറ്റില്. 3 പ്ലേയേഴ്സിനെ ഇതാക്കുന്നു. വിസ്ഡവും വിപ്സിയും തലപതിയും ഫിനിഷ് ഓഫ് ആക്കി. 7 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ R7 ഇനി. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ കില്ല് നോക്കുകയാണെങ്കിൽ KVA 10 കില്ലോട് കൂടി ലീഡിംഗ് ദ ലോബി. നോക്കുകയാണെങ്കിൽ R7 വിത്ത് 8, TJ വിത്ത് 7, മാസ് വിത്ത് 3, Z30 വിത്ത് 3, മാഫിയ വിത്ത് 1 ആണ് കറന്റ് ഉള്ള. നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈറ്റ് എടുക്കണം. അവിടെ എന്തായാലും 2 ടീമിനും കാഷ്വാലിറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നടന്നിട്ടുണ്ട്. സോ R7 ഇനി 3 പ്ലേയേഴ്സ് ഇല്ലാണ്ടാണ് അവർക്ക് കളിക്കേണ്ടത്. സോ അതുപോലെ തന്നെ നമ്മുടെ TJക്കും സെയിം ഒരു അവസ്ഥ തന്നെയാണ്. സോ നോക്കുകയാണെങ്കിൽ R7 ആ ഒരു സെക്കൻഡ് ലൈനപ്പ് ഈ ഒരു ഏരിയയിലോട്ട് കയറി പോകുന്നുണ്ട്. സോ KVA ഈ വട്ടം അഗ്രസീവായിട്ട് കഴിഞ്ഞ കളിയിൽ പോയ പോയിന്റുകളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു കംബാക്ക് ആണോ KVAയുടെ സൈഡിൽ നിന്ന്? KVA അഗ്രസീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു. 9 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് KVA കളിക്കുന്നത്. ഒരു 9v10 KVA vs CM. നോക്കുന്നു. പറഞ്ഞു പോകൂ. റാപ്പിന്റെ അവിടെ ഒരു പിക്ക്, അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. സിദ്ധു അടുത്തൊരു പിക്ക് എടുക്കുന്നു. CMലെ ഒരു CMലെ അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുന്നുണ്ട് 2 സൈഡിലും നല്ല പോലെ പിക്ക് എടുത്തിട്ടുണ്ട്. ആർക്ക് ഈ ഒരു ഫൈറ്റിൽ ജയിക്കുന്നു നോക്കാം. അപ്പല പാറ്റ് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. അവിടെ CMനാണ് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് പോകുന്നത്. DLX വരുന്നുണ്ട്. KVAക്ക് അവിടെ കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അവിടെ ഒരു അടുത്ത ഫൈറ്റ് അവിടെ വരുന്നുണ്ട്. R7 ഒരു ലൈനപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. KVA vs R7 ആവുമോ? KVA vs R7. കക്കാശിക്ക് നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. KVA vs R7 നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അവിടെ. DLX vs KVA. KVA കറന്റ് 14 കില്ലും 14 കില്ല്. റൂട്ട് ദിൽത്ത് അവിടെ നോക്കാനുള്ള ചാൻസ് ഇല്ല, നോക്കായിട്ടില്ല. KVA vs R7. കാണുന്നത് 2 മൗണ്ടൻ ആയിട്ട് അവർ പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഓപ്പണിൽ ഓടി വന്ന DLXന്റെ ആ ഒരു ഷൂട്ട് എടുത്ത് ഡാമേജ് തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല DLXന്. നമ്മൾ നോക്കാം. എന്തായാലും DLX കുറച്ചൊന്ന് ബാക്ക് ഓഫ് ആവാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് DLXന്റെ ആ ഒരു ഇത്. 2 പേര് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ആ വേറൊരു തേർഡ് പാർട്ടി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഫൈറ്റ് മിക്കവാറും നടക്കാൻ ചാൻസ് ഇല്ല. സോ വേറൊരു സൈഡിലും എന്തായാലും
ഒന്നും നടക്കുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും DLX എന്തായാലും ബാക്ക് ഓഫ് ചെയ്യുവാണ് ആ ഒരു ഫൈറ്റിൽ നിന്ന്. DLX ബാക്ക് ഓഫ് ചെയ്യുവാണ്. ഇറ്റാച്ചി അവിടെ സോണിൽ നോക്കാവുന്നു, സെൽഫ് കില്ലാവുന്നു ഇറ്റാച്ചി. ഇവിടുന്ന് ഉരുണ്ട് വീണ്ടും തോന്നുന്നു ഇറ്റാച്ചി എന്തായാലും. ഇവിടുന്ന് വീണ്ടും മലയിലേക്കാണോ സോൺ? വീണ്ടും മലയിലേക്ക് സോൺ വരുന്നോ? ഇല്ല, മലയുടെ താഴോട്ടാണ് സോൺ. സോ വീണ്ടും ഒരു മല സോൺ ആണോ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതെ. ആൻഡ് ഇറ്റാലിയ പതിവ് പോലെ തന്നെ മല ഹോൾഡ് ചെയ്യുന്നു. ഇറ്റാലിയ മലയ്ക്ക് മുകളിൽ. ഇന്നലത്തെ മാച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ ഒരുവിധം ലാസ്റ്റ് സോൺ വരെ ആ ഒരു മല പിടിച്ചു വെച്ച് കഴിയുന്ന എല്ലാ ഫൈറ്റും ഇറ്റാലിയ. അതെ TVM മല പിടിച്ചു തന്നെ നിൽക്കുകയാണ്. അതാണ് വീണ് മരിച്ചത്, ഒരാൾ വീണ് നോക്കായത്. ആൻഡ് ബാക്ക് ടു 10 പ്ലേയേഴ്സ് ആയിട്ടുണ്ട് TVM തോന്നുന്നു. സോ അഗൈൻ ഈ ഒരു ശോകം മല സോൺ വീണ്ടും വന്നിരിക്കുന്നു. ഫൈനലിലാണ് ഇങ്ങനത്തെ ഒരു സോൺ നമുക്ക് വന്നു തുടങ്ങി. സെമി ഫൈനലിൽ ഈ ഒരു മലസോൺ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മലസോൺ. ഫൈനലിലെ ഫസ്റ്റ് മാച്ച് വന്നു. രണ്ടാമത്തെ മാച്ചും മലസോൺ ആണോ നമുക്ക് നോക്കാം. അതെ, ആദ്യമൊക്കെ മനുഷ്യനുണ്ടാക്കിയ മലയായ പിരമിഡ് ആയിരുന്നു നമുക്ക് വന്നോണ്ടിരുന്നത്. ഇപ്പോ അല്ലാണ്ടൊരു ഭൂമി ഉണ്ടാക്കിയ ഒരു മലയിലോട്ടാണ് ഇപ്പൊ സോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിഞ്ച എന്താണ് കോഡ് ചെയ്തതെന്ന് എനിക്കൊന്ന് വായിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അതെ, സോ നമുക്ക് എന്തായാലും കറന്റ്ലി ഒരു സെക്കൻഡ് 2 സെക്കൻഡ് എടുത്തു. അപ്പോഴേക്ക് ടൂർണമെന്റ് തീരും. ഹോസ്റ്റ് എന്തെങ്കിലും സംസാരിക്കൂ പ്ലീസ്. കിടക്കിൽ ഇപ്പോഴെങ്കിലും സമയം തന്നതിന് എനിക്ക് നന്ദിയുണ്ട്. സോ കറന്റ്ലി പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ടു നമുക്ക് തിരിച്ചു വരാം. പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ TVA വിത്ത് 33 കിൽസ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആൻഡ് ഇറ്റാലിയ വിത്ത് 26 ആണ് ആഷ് 2 നിൽക്കുന്നത്. എൽ ക്ലാസിക്കോ വിത്ത് 23 പോയിന്റ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആൻഡ് ടോട്ട മുംബൈ വിത്ത് 14, ഇസഡ് 30 വിത്ത് 13, മാസ് വിത്ത് 13, TJ വിത്ത് 9, RSS7 വിത്ത് 4, RSS7X DLX 4, KVA 3 പോയിന്റോടുകൂടിയും മാഫിയ 2 പോയിന്റോടുകൂടിയും ബ്ലാക്ക് സ്കോട്ട് 0 പോയിന്റോടുകൂടിയാണ് കറന്റ് നമ്മുടെ പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു പോയിന്റ് ടേബിളിൽ മാച്ച് നമ്പർ 2 കഴിയുമ്പോഴത്തേക്കിനുള്ള ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അല്ലേ MRC ഗോഗു? അല്ല, ഓ TV വേഴ്സസ് ഒരു ഇറ്റാലിയ ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നത്. നോക്കാം. എന്തായാലും ഹൈറ്റ് അഡ്വാൻറ്റേജ് ഇറ്റാലിക്കാണുള്ളത്. സോ ഇറ്റാലിയ എന്തായാലും അറിഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം. ഇന്നും ഈ ഒരു മൗണ്ടൻ ഫൈറ്റ് തന്നെയാണ് വരുന്നത്. നോക്കാം. എന്തായാലും ഇറ്റാലിയാണ് കുറച്ചും കൂടെ ഹൈറ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു വെച്ചേക്കുന്നത്. പക്ഷെ ഇന്നലെ നിങ്ങൾ കണ്ടു, എന്തൊക്കെയാണെങ്കിലും TV ആണ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജിൽ ഒരു കാര്യമില്ലായിരുന്നു ഇന്നലത്തെ ഫൈറ്റില്. നമ്മൾ കണ്ടൊരു കാര്യമാണ്. ആൻഡ് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ പ്ലേയേഴ്സ് ഡീൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും ആർക്ക് വേണമെങ്കിലും ആ അഡ്വാൻറ്റേജ് പോവാം. ഡിസഡ്വാൻറ്റേജുകൾ മാറ്റി അഡ്വാൻറ്റേജ് ആക്കി ഡിന്നർ അടിച്ച ഒരുപാട്, അല്ലെങ്കിൽ ആഷ് 1 അടിച്ച ഒരുപാട് ടീമുകളുണ്ട്. പെർഫെക്റ്റ് എക്സാമ്പിൾ RSL7 ആ ഒരു മാച്ച്. അത് പക്ഷേ MRC ഗോഗു ആ ഒരു മാച്ചിൽ MRC ഗോഗു സ്പെക്കിലില്ലായിരുന്നു. അന്ന് ബാബു ആയിരുന്നു എൻ്റെ കൂടെ. ആ ഒരു മാച്ച് MRC ഗോഗു ഒന്ന് കാണണം. വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് എവർ ഇൻ അവർ ടൂർണമെന്റ് ആയിരുന്നു അത്. അതെ, അതേപോലത്തെ ഒരു മാച്ച് കൂടി നമുക്ക് ഇനി കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. ബ്ലാക്ക് സ്പോട്ടിനെ കാണിക്കും. ബ്ലാക്ക് സ്പോട്ട് ഇരിക്കുന്നു. എല്ലായിടത്തും ഇരിക്കുന്നു അവിടെ ബ്ലാക്ക് കൂടെ. അടുത്തത് നമുക്ക് അടുത്ത ഫൈറ്റ് എവിടെയാണെന്ന് നോക്കാം. ആ ഒരു ഇനിഷ്യൽ വേവ് കഴിഞ്ഞു. ഇനിയൊരു കാം ഫേസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഗ്രസീവ് കൊടുങ്കാറ്റ് വരുന്നതായിരിക്കും. 10 ടീമും 79 പ്ലേയേഴ്സും എലവായിരിക്കുന്നു ഈ ഒരു സോണില്. അതെ, രണ്ടാമത്തെ മാച്ചാണ്. ഇനി ഈ ഒരു മാച്ച് കഴിഞ്ഞാൽ വെറും 3 മാച്ചാണ് ബാക്കി. നമ്മുടെ ഗ്രാൻഡ് ഫൈനൽസ് എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഗ്രാൻഡ് ഫൈനൽസ് തീരാനായിട്ട് വെറും ഇത് കഴിഞ്ഞാൽ 3 മാച്ചസ് മാത്രമാണ്. ആര് ചാമ്പ്യൻ ആവുമെന്ന് നിങ്ങളെപ്പോലെ നമ്മൾ എക്സൈറ്റഡ് ആണ് അറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നോക്കാം. KVA നോക്കുകയാണെങ്കിൽ 16 കില്ലോട് കൂടി ലോബി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് RSS7 തൊട്ട് താഴെയുണ്ട് 8 കില്ലോട് കൂടി RSS7, TGA 7 കില്ലോട് കൂടി, മാസ് 3 കില്ലോട് കൂടിയും, ഇസഡ് 30 3 കില്ലോട് കൂടിയും, RSS7X DLX 1 കില്ലോട് കൂടിയും, മാഫിയ 1 കില്ലോട് കൂടിയുമാണ് കറന്റ് നിൽക്കുന്നത്. ആൻഡ് KVAക്ക് 16 പോയിന്റ് ഓൾറെഡി സെക്യൂർ ചെയ്ത് കൊടുക്കുന്നു. ഒരു KVയുടെ മെയിൻ ലൈനപ്പ് ഇവിടെ 16 പോയിന്റ് എടുത്ത് കംബാക്ക് വരാനുള്ള ഇതാണോ? ആൻഡ് ECയുടെ മുമ്പിലേക്കാണോ KVA പോകുന്നത്? അല്ല, EC ചെന്ന് കയറാൻ പോകുന്നത് KVയുടെ അടുത്തോട്ടേക്കാണോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും നോക്കുവാണെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു KVA തന്നെയാണ് എല്ലായിടത്തും ഒരു ഫൈറ്റ് എടുത്ത് നിൽക്കുന്നത് നല്ല പോലെ തന്നെ. സോ അത് ഈ ഒരു KVക്ക് ലാസ്റ്റ് സോൺ വരെയും അത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു പോയിന്റ് ടേബിളിൽ തന്നെ അവർക്ക് വരാൻ പറ്റും. കഴിഞ്ഞ ആ ഒരു മാച്ചിൽ വലുതായിട്ടൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല KVയുടെ 2 ലൈനപ്പിന്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈനപ്പിന് ഈ ഒരു മാച്ചിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും
DLXന്റെ ഈ ഒരു ലൈനപ്പിനും ആക്ച്വലി കുറച്ച് പോയിന്റുകൾ നേടേണ്ട ഒരു സാഹചര്യമാണ്. അവർക്കും നല്ലൊരു മാച്ച് ആയിരുന്നില്ല ഫസ്റ്റ് മാച്ച്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം അവരുടെ സൈഡിൽ നിന്ന് ഒരു കംബാക്ക് ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്ക്വാഡ്, KVയുടെ ബ്ലാക്ക് സ്ക്വാഡാണ് കറന്റ് പോയിന്റുകൾ ഒന്നും സെക്യൂർ ചെയ്യാതെ ഈ ഒരു ടൂർണമെന്റിൽ ഉള്ളത്. 0 പോയിന്റ് ആണ് അവർക്ക് ഫൈനൽസിൽ ആദ്യത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളത്. ആൻഡ് അതും കൂടെ ചേർത്ത് ഈ ഒരു മാച്ചിൽ ബ്ലാക്ക് സ്ക്വാഡിന് ഒരു കംബാക്ക് ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. CMലെ അവസാനത്തെ പ്ലേയേഴ്സ് വന്ന് ഓൾറെഡി മലമരമായിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഫുൾ ടീമോടെ കളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഒറ്റയ്ക്ക് കളിക്കുന്നവരാണ് കൂടുതൽ പൊസിഷൻ പോയിന്റ് എടുത്തു കൊടുക്കുന്നത്. കാരണം എല്ലാ ഫൈറ്റും ആ ഒരു മരമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ കാണാറില്ല. അതുകൊണ്ട് തന്നെ പൊസിഷൻ പോയിന്റ് കൂടുതൽ കയറുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം നമുക്ക് കിൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടോപ്പിൽ എത്താൻ പറ്റുള്ളൂ. സോ നമുക്ക് നോക്കാം. RSS 7 പ്ലേയേഴ്സ് അല്ലേ ഉള്ളൂ? 7 പ്ലേയേഴ്സ് നോക്കി ഒന്ന് കൺഫേം ആക്കി. അതെ 1 2 അതെ 7 പ്ലേയേഴ്സ് ആണ്. 7 വരെ ഉള്ളു. 7 വരെ ഉള്ളു. ആൻഡ് ഇവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയോ? ഇല്ല, ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. ആൻഡ് സോൺ ഷിഫ്റ്റ് ആൻഡ് അടുത്ത സോൺ ഇങ്ങോട്ട് DLX വേഴ്സസ് TJ നടക്കാൻ അല്ല EC നടക്കാൻ ഒരു സാധ്യതയുണ്ട്. സോ DLX തന്നെ അതെ DLX തന്നെ TJയും വരുന്നുണ്ട്. ഇല്ല DLX ഇല്ല, ഈസി ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. ഈസി ആ ഫൈറ്റിൽ നിന്ന് ബാക്ക് ഓഫ് ചെയ്യുവാണ്. ഈസി ഹിറ്റ്മാൻ അവിടെ നോക്കാവുന്നു. ഡ്രേക്ക് ഹിറ്റ്മാനെ നോക്കാക്കിയിരിക്കുന്നു. ഹിറ്റ്മാൻ അവിടെ നോക്കായി. ഹിറ്റ്മാൻ ഡ്രേക്ക് BTW അവിടെ ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈസി ബാറ്റ്മാൻ അവിടെ ഈസി കോട്ടറിനെ നോക്കാക്കുന്നു. കോട്ടറിനെ അവിടെ KVയെ ബാറ്റ്മാൻ നോക്കാക്കുന്നു. നല്ല സ്മോക്ക് ടോൺ ഔട്ട് നിന്ന് കളിക്കുന്നത്. ഈസി കിസ് അവിടെ സിദ്ധുവിനെ നോക്കാക്കുന്നു. DLXന്റെ സമയത്ത് ഒരു ടൈമിൽ കക്കാശി അവിടെ ഈസി ക്ലീനെ നോക്കാക്കുന്നു. കക്കാശി ഈസി കിസ് അവിടെ കക്കാച്ചിയെ നോക്കാക്കുന്നു. അൾട്രോൺ ഈസി നരിയെ നോക്കാക്കുന്നു. ഈസി നരി അവിടെ അൾട്രോണിനെ നോക്കാക്കുന്നു. ഡാർക്കി അവിടെ ഒരു നോക്ക് എടുക്കുന്നു. KVയെ ക്രിസ്റ്റി അവിടെ ഈസിയിലെ ഡാർക്കിയെ നോക്കാക്കുന്നു. ഈസി വേഴ്സസ് KVയെ ഈസി വേഴ്സസ് DLXും ആ ഒരു ഫൈറ്റിലോട്ട് വരുന്നുണ്ട്. KVയില് 2 പ്ലേയേഴ്സ് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. പോട്ടർ ഒരു നോക്ക്, നട്ടാബി ഒരു നോക്ക്, ഒരു നോക്ക്. ആൻഡ് ഈസി അവിടെ KVയെ വൈപ്പ് ഓഫ് ആക്കുന്നു. കറക്റ്റ് സമയത്ത് DLXന്റെ തേർഡ് പാർട്ടി. ഈസി നരി അവിടെ ഫിനിഷ് ഓഫ് ആകുന്നു. DLX ജോഷു അവിടെ വോൾട്ടിനെ ഫിനിഷ് ഓഫ് ആക്കുന്നു. കില്ലുകൾ നോക്കായി കിടക്കുന്ന കില്ലുകൾ സെക്യൂർ ചെയ്യാനുള്ള പ്ലാൻ. ഈസി ബാബ ഈസിക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈസിക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ഈസിയിൽ 1 2 3 4 5 പ്ലേയേഴ്സ് മാത്രമേ ഈസിക്ക് ഇനി ബാക്കിയുള്ളൂ. 6 പ്ലേയേഴ്സ് ആണ് ഈസിക്ക് ബാക്കിയുള്ളത്. ആൻഡ് RSS 7 സ്റ്റിൽ ആ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാതെ സോണിലേക്ക് പോകുന്നുണ്ട്. കാരണം സോൺ വരാൻ 1 മിനിറ്റ് 45 സെക്കൻഡ് ഉണ്ട്. പക്ഷെ അവർ ഈ ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഈസിയും അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്യുവാണ്. ആൻഡ് നോക്കുകയാണെങ്കിൽ 16 കില്ലോട് കൂടി 16 പോയിന്റ് സെക്യൂർ ചെയ്ത് KVയെ #10 ആയി ഈ ഒരു ലോബിയിൽ നിന്ന് എലിമിനേറ്റ് ആയിരിക്കുന്നു. നമുക്ക് നോക്കാം. 16 കില്ലാണ് കറന്റ് KVയെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. KVയ്ക്ക് 16 പോയിന്റുകൾ മാത്രമേ സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അവർക്കൊരു പൊസിഷൻ പോയിന്റ് വിൽ ബി 0 ആയിരിക്കും. #10 0 അല്ലേ? #9 0 ആണ്. സോ KVയ്ക്ക് 18 പോയിന്റ് 18 ആണ്. കില്ല് ഇപ്പോഴാണ് അപ്ഡേറ്റ് ആയത്. 18 പോയിന്റ് ആണ്. സോ നോക്കുകയാണെങ്കിൽ ആ ഒരു DLX ഈസി മാച്ച് ആ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ തന്നെ ഒരു തേർഡ് പാർട്ടി എടുക്കുന്ന തന്നെയാണ് KV വന്നത്. പക്ഷേ ആ ഒരു ഈസി കറക്റ്റ് ടൈമിന് ബാക്ക് ഓഫ് ചെയ്യുന്നു. അവരെ മുന്നിലോട്ട് KVയുടെ മുന്നിലോട്ട് വരുന്നു. KV ഒന്ന് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ DLX ഒന്ന് തേർഡ് പാർട്ടി എടുക്കുന്നു. അങ്ങനെ തന്നെ KVക്ക് നല്ല പോലെ പണി കിട്ടി. അൺലക്കി എന്ന് തന്നെ പറയാം. നല്ലൊരു പോയിന്റ് വേണമായിരുന്നു KVക്ക്. സോ എന്തായാലും അൺലക്കി. മാഫിയ അല്ല ആസ്റ്റൺ അല്ലല്ല KV ആസ്റ്റണ് അതിനു മുമ്പ് വൈപ്പായ ടീം ഏതാ? Z30 ആഷ് 11 മാഫിയ ആസ്റ്റോളു 3 ടീംസാണ് നമ്മുടെ അതിനകത്തുനിന്ന് 3 ടീമുകളാണ് നമ്മുടെ അകത്തുനിന്ന് വൈപ്പായിരിക്കുന്നത്. KVയും Z30യും മാഫിയയുമാണ് കറന്റ് നമുക്ക് വൈപ്പായിരിക്കുന്നത്. 9 ടീമുകൾ ബാക്കി ഉണ്ടെന്ന് 9 ബൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി 9 ടീമുകളാണ് ബാക്കിയുള്ളത്. അപ്പം എലിമിനേറ്റ് ആയ ടീം 10ാമത്തെ ടീം അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ #9 ആയിരിക്കില്ല. ലാസ്റ്റ് എലിമിനേറ്റ് ആയ ടീം #9 അല്ല. സോ നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുറെ PUBG കളിച്ചതല്ലേ. സോ നമ്മൾ കുറെ #9ഉം #1ഉം #2ഉം #3ഉം ഒക്കെ ആയതാണ്. CM വൈപ്പ് ആയിട്ടില്ല. CMനെ സ്പാം ചെയ്യേണ്ട. CM കറന്റ് എലൈവാണ്. CM മരത്തിൽ അവിടെ 3 പ്ലേയേഴ്സും എലൈവായിട്ടും 3 മരമായിട്ടും മലമരമായി ഇരിപ്പുണ്ട് അവിടെ CM. ആൻഡ് 7 പ്ലേയേഴ്സിനെ വെച്ച് RSS 7 കളിക്കുന്നു.
നമുക്ക് നോക്കാം. RSS7 എന്ത് ചെയ്യാൻ പറ്റും? RSS7ന്റെ മെയിൻ ലൈനപ്പാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. RSS7ന്റെ 3 പ്ലേയേഴ്സിനെ അവർക്ക് നഷ്ടമായി. ആൻഡ് ഇവിടെ ഒരു ഫൈറ്റ് കമ്മിറ്റ് ആവാൻ പോകുന്നു. RSS7 വേഴ്സസ് കണ്ടു. നല്ലൊരു ടൈംലി സ്മോക്ക് ആയിരുന്നു, നല്ലൊരു സെൻസിബിൾ സ്മോക്ക് ബൈ കുറുപ്പിടനി ആ ഒരു ഫൈറ്റ് എക്സ്പെക്ട് ചെയ്താണ് അവിടെ ഇരുന്നത്. നല്ലതുപോലെ ആ ആംഗിൾ കവർ ചെയ്ത് കൊടുത്തു. ഫൈറ്റ് കമ്മിറ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കുറുപ്പിടാനി അവിടെ ഒരു സ്മോക്ക് ഇട്ട് കൊടുത്ത് ടീമിനെ ബാക്ക് ഓഫ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമോ സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം കുറുപ്പിടാനി. ആ ഒരു ഫൈറ്റ് അവിടെ കമ്മിറ്റ് ചെയ്യുന്നില്ല. DLX ഈ ഫൈറ്റും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതെ, പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓരോ ടീമിന് ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന നമ്മൾ പുഷ് ചെയ്ത് വരുമ്പോ ഇവിടെ ആൾക്കാർ കാണും. അപ്പൊ ഒരാളൊക്കെ രണ്ടുപേരും ഫൈറ്റ് കമ്മിറ്റ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ്. അതെ, ടൈമിങ് എന്തായാലും ആ ഒരു ഫൈറ്റ് ബ്ലാക്ക് സ്കോൺ എന്തായാലും ആ ഒരു ഫൈറ്റ് എടുക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം പോയിന്റ് ടേബിളിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് മാച്ച് കഴിയുമ്പോൾ തന്നെ. സോ ബ്ലാക്ക് സ്കോൺ എന്തായാലും ഒരു ഫൈറ്റ് എന്തായാലും വേണ്ടതാണ്. സോ ബ്ലാക്ക് സ്ക്വാഡിന് പോയിന്റുകൾ കറന്റ് 0 പോയിന്റ് ആയതുകൊണ്ട് അവര് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ 4 മാച്ച് ഉണ്ടാവുമല്ലോ ഗോകു. അപ്പോൾ ഒരു മൊമെന്റം കിട്ടിയതിന് ശേഷം അടിച്ചു കളിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു പ്ലേയേഴ്സ് ഇരിക്കുന്നത്. എന്തായാലും കറന്റ് ടോപ്പ് ഓഫ് ദി ടേബിൾ നിൽക്കുന്നത് TVയും അതുപോലെ തന്നെ തൊട്ട് വാഴ നിൽക്കുന്നത് ഇറ്റാലിയയുമാണ്. 2 പ്ലേയേഴ്സും TVയുടെ പ്ലേയേഴ്സും ഇറ്റാലിയയുടെ പ്ലേയേഴ്സും ഫൈറ്റുകളൊന്നും എടുക്കാതെ പൊസിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹൈറ്റ് അഡ്വാൻറ്റേജിൽ കഴിഞ്ഞ വട്ടം ഇറ്റാലിയ സ്കോർ ചെയ്തതുപോലെ ഈ വട്ടം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനാവശ്യ റൊട്ടേഷനുകളും അനാവശ്യ ഫൈറ്റുകൾക്കും ഒന്നും പോവാതെ അവര് ഇവിടെ വെയിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊക്കെ TVയുടെ പ്ലേയേഴ്സും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ആൻഡ് ഇത് കഴിഞ്ഞ ഈ സൈഡിലോട്ടാണ് കൂടുതൽ പ്ലേയേഴ്സ് കയറി വരാനുള്ള ചാൻസ് കൂടുതൽ. നിഞ്ച ഒന്ന് വിളിക്കുവോ, ഇങ്ങോട്ടൊന്ന് വിളിക്കുവോ? ഇല്ല ഇന്നുണ്ടാവില്ല നിഞ്ച ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് ബാക്ക് ടു ബാക്ക് സെയിം സോൺ പോലെ വരുന്നല്ലോ. ഇത് ഇല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ നടത്തിയപ്പോ സെയിം സോൺ ആയിരുന്നില്ല, മാറ്റം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. സോ ഗൈസ് നിങ്ങൾ ചിലപ്പോൾ ലാസ്റ്റ് മാച്ച് ഇന്നലെ കണ്ടിട്ട് അടുത്ത മാച്ച് ഇത് കാണുമ്പോൾ സെയിം സോൺ ആയിട്ട് ഫീൽ ചെയ്യും. ഇൻ ബിറ്റ്വീൻ നമ്മൾ കുറച്ച് മാച്ചുകൾ നടത്തി നോക്കിയായിരുന്നു. ആ മാച്ചിലൊക്കെ ഡിഫറൻറ്റ് സോണാണ് വന്നത്. സോ ആ സോൺ ഇന്നലത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ആ സെയിം സോൺ മേ ബി റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വന്നായിരിക്കും. പക്ഷേ എക്സാക്ട് സെയിം സോൺ അല്ലത്, ആ ഒരു ഏരിയയിലാണ് സോൺ എന്നേ ഉള്ളൂ, മനസ്സിലായോ? പക്ഷേ ഇതൊരു ശോകം സോണാണ്. പക്ഷേ എല്ലാവർക്കും ഇതേ സോണിൽ കളിക്കേണ്ടത് കൊണ്ട് ദാറ്റ് വിൽ ബി ഫെയർ. സോ നമുക്ക് നോക്കാം. സെയിം സോൺ അല്ല, ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ വട്ടത്തേക്കാളും ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 1 ഇഞ്ച് അങ്ങോട്ട് മാറി, മനസ്സിലായോ? അതാണ് ചെറിയൊരു വ്യത്യാസം. ആൻഡ് ഹിയർ വി ഗോ. നമുക്ക് 9 ടീമുകളും 66 പ്ലേയേഴ്സും വിലയുള്ള ഫൈനൽ സോണിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആൻഡ് നമുക്ക് നോക്കുവാണെങ്കിൽ ടീമുകളെല്ലാം തന്നെ സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫൈനൽ ബാറ്റിലേക്ക് നമുക്ക് നോക്കാം. 1 മിനിറ്റും 7 സെക്കൻഡും. ആരോ അവിടെ മുളട്ടോ വിട്ട് തീ കത്തിക്കുന്നു. ആരോ അവിടെ മുളച്ചോ വിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. താങ്ക് യുടാ. എൻ്റെ കോഫി വന്നിട്ടുണ്ട്. ഞാനൊരു സിപ്പ് എടുത്തോടെ. ഗോകു എന്തെങ്കിലും വായിട്ട് അലക്കണം പ്ലീസ്. അതെ, ഞാൻ നിഞ്ചയ്ക്കൊരു മെസ്സേജ് നമ്മൾ അയച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ അത് 1 മിനിറ്റ് 1 സെക്കൻഡ്. ഇവിടെ ഒരു മേ ബി DLX versus RSS7. RSS7 versus RSS7 ആവാനുള്ള ചാൻസ്. RSS7 versus RSS7 ആവുമോ? അതോ അവർ റൊട്ടേറ്റ് ചെയ്യുമോ? RSS7 സോണി കയറണമെങ്കിൽ RSS7 തന്നെ തല്ലണം. സ്വന്തം ചോര കട്ടെ അവർക്ക് സോണി കയറാൻ പറ്റുള്ളൂ. ചോരയ്ക്ക് ചോര, ചരണ്ട ചോര വന്നിരിക്കുന്നു പുറത്ത്. കണ്ട് സ്പോട്ട് ചെയ്തു. അവിടുന്ന് ആരാണ് അടിച്ചതെന്ന് പറഞ്ഞൂടാ. ചരണ് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ 9 ടീം ബാക്കി ഈ ഒരു സോണിലോട്ട്. ഇനി എന്തായാലും ഇന്നലെ കണ്ട അതേ ഫൈറ്റ് തന്നെ ആയിരിക്കും വരുന്നത്. കുറേ തേർഡ് പാർട്ടി ഒരു സമയത്ത് തന്നെ എല്ലാ ടീമും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ കാണേണ്ടി വരും. അതിലാര് വിജയിയാവുമെന്നാണ് നമുക്ക് ഈ മാച്ചിലും അറിയേണ്ടത്. സോ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യാം, കണ്ടറിയാം. പക്ഷേ ഇല്ല, DLX അവിടെ നിന്ന് കയറുന്നില്ല. DLX നേരെ റൊട്ടേറ്റ് ചെയ്ത് പോവാണ്. DLX അവിടെ നിന്ന് കയറുന്നില്ല. അവിടെ വഴി കയറിയാൽ എന്തായാലും അവർക്ക് സ്വന്തം ടീമിനെ അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ കയറുന്നത് റിസ്ക് ആണ്. ഒബ്വിയസ്ലി ലെഫ്റ്റ് സൈഡിൽ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. സോ അവർ സോണിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത് DLXന്റെ അടുത്ത് തന്നെ വേറെ ടീമുകളൊന്നുമില്ല. ബ്ലാക്ക് സ്ക്വാഡ് കുറച്ച് ലാസ്റ്റിൽ ഫൈറ്റ് എടുക്കാമെന്നുള്ള പ്ലാനിൽ അവരും അവിടെ നിൽക്കുന്നു.
ഗൈസ് അതിനെ ഒന്ന് ടീം അപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല ഗൈസ്. ചില്ലാവ് നിങ്ങൾ നോക്കട്ടെ, നമ്മൾ അങ്ങനെ ടീം അപ്പ് ഇതെന്നെ തോന്നുന്നത്. കാരണം സ്ട്രൈറ്റ് ആളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റൈറ്റ് റൊട്ടേറ്റ് ചെയ്യല്ലേ പറ്റുള്ളൂ. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് എടുക്കല്ലേ ദയവ് ചെയ്ത് പ്ലീസ്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ POV വെരിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാ ഇവരുടെ കൂടെ അഡ്മിൻസ് ഇരിപ്പുണ്ട്. എല്ലാവരും ചില്ലാവ്. ഓക്കെ, അത് നോക്കണേ DLX വേഴ്സസ് ഈസി വന്നപ്പോൾ ഈസി ബാക്ക് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കരുതിയാൽ മതി. രണ്ട് ടീം അവർക്കും അൺലക്കിയാണ്, രണ്ട് ടീം ഒരുമിച്ചുള്ളത് തന്നെ. സോ നോക്കണെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഇറങ്ങുന്നുണ്ട്. DLX ആണെന്ന് തോന്നുന്നു. DLX versus BS ആണോ? അല്ലല്ല, അവര് വേറെ ആരും അടിക്കുന്നത്, വെളിയിലോട്ട് അടിക്കുന്നത്. ഈസി വരുന്നുണ്ടോ? ഈസി ആയിരിക്കും. ഈസിയാണ്, അതെ ഈസിയാണ്. ഗൈസ് ചാറ്റിൽ വീണ്ടും അഗ്രഷൻ ആവാ. സമാധാനം പരക്കട്ടെ ഗൈസ്, സ്നേഹം പരക്കട്ടെ. സമാധാനം. ആൻഡ് സോൺ വീണ്ടും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. പറഞ്ഞു ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഈസിക്ക് നല്ലൊരു പണിയിട്ടുണ്ട്. ഈസിൽ കുറച്ച് പേരാണുള്ളത്. ഈസി MJ അടുത്തൊരു പിക്ക് എടുക്കുന്നു, കറുപ്പ് അടുത്ത പിക്ക് നടക്കുന്നത്. നോക്കുകയാണെങ്കിൽ ഈസി ബാബ സോണോട്ടിലൊക്കെ ഡൗൺ ആവുന്നുണ്ട്. സോ നോക്കുകയാണെങ്കിൽ കറുപ്പിന്റെ ആ പിക്ക് എന്തായാലും ഇതായിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഡോണോട്ടിലാണ് അടിയും കിട്ടുന്നുണ്ട്. അതേപോലെ സാത്താൻ പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ DLX DLX ആ ഒരു കില്ല് സീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസി നട്ടാമി മാത്രം ബാക്കി. സോൺ നോക്കുകയാണെങ്കിൽ സോൺ അഡ്വാൻറ്റേജ് വീണ്ടും TVയ്ക്കും അതുപോലെ തന്നെ ഇറ്റാലിയയ്ക്കും കൊച്ചുകുഞ്ഞ് TGയ്ക്കും അതുപോലെ ഛോട്ടാ മുംബൈക്കും ഫേവറബിൾ ആയിട്ടാണ് കറന്റ് സോൺ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈസിലെ ബാബ അവിടെ ഫിനിഷ് ഓഫ് ആവുന്നു. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. TV ഇവിടെ ആരാണ് അടിക്കുന്നത്? DLXനാണ് അടിക്കുന്നത്. DLXന് TVയുടെ സൈഡിൽ നിന്ന് അടി വരുന്നുണ്ട്. TVയും കുറച്ച് സോൺ ഔട്ട് ആയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. വീണ്ടും ഒരു മല സോണാണ് വന്നിരിക്കുന്നത്. ലൈവ് കാണാൻ വന്ന ഈ ഒരു ടൂർണമെന്റ് ഫൈനൽ കാണാൻ വന്ന എല്ലാവർക്കും എന്റെയും വാറ്റുഗോകുന്റെയും വക വെൽക്കം. അതെ വെൽക്കം. നോക്കുവാണെങ്കിൽ ഇറ്റാലി ഇത്തവണ വലുതായിട്ട് ആ ഒരു ഫൈറ്റ് ഒന്നും അങ്ങനെ കമ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഇറ്റാലിയ എല്ലായിടത്തും പോയി ഫൈറ്റ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചൊന്ന് പാസീവായിട്ടാണ് ഇറ്റാലിയ കളിക്കുന്നത്. അവിടെ ഗ്രീസ്മാന് നല്ല എന്റെ അമ്മ നോക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ DLXലെ പ്ലേയേഴ്സ്, CMലെ പ്ലേയേഴ്സ് ഇവിടെ പോച്ചയിൽ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. ബ്ലാക്ക് സ്ക്വാഡ് versus DLX. നീലകണ്ഠൻ അവിടെ ഇക്രമോനെ നോക്കാക്കുന്നു, ഫിനിഷ് ആക്കുന്നു. നീലകണ്ഠൻ അവിടെ ഇക്രമോനെ ഫിനിഷ് ആക്കി. ജോഷുവയ്ക്ക് നല്ല അടി കിട്ടുന്നു. ജോഷുവ നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നീലകണ്ഠൻ ജോഷുവെ നോക്കാക്കുന്നു. DLX ഇവിടെ ട്രാപ്ഡ് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കുറുപ്പിടാനി അവിടെ നോക്കെടുക്കുന്നു. സാത്താൻ അവിടെ DLX ഗ്രീസ്മാനെ നോക്കാക്കുന്നു. കുറുപ്പിടാനിയുടെ വക വിംപി അവിടെ ഒരു നോക്കെടുക്കുന്നു. പ്രണവ് സേട്ട് അവിടെ നോക്കാവുന്നു. ഹൈഡ്ര ഒരു നോക്കെടുക്കുന്നു. പ്രണവ് സേട്ട് നോക്കായിട്ടുണ്ട്. സാത്താൻ ഹൈഡ്ര ആൻഡ് ഇവിടെ സാത്താൻ വിംപിയുടെ അടുത്തൊരു നോക്ക്. കരണിനെ അവിടെ നോക്കാക്കുന്നു വിംപി. ആൻഡ് ഗുലിറ്റ് ഒരു നോക്കെടുക്കുന്നു. വിറ്റോയെ ക്യൂബൻ അവിടെ ഒരു നോക്കെടുക്കുന്നു. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് ഒരു നോക്കെടുക്കുന്നു. DLX ആൻഡ് TJ കൊമ്പൻ അവിടെ BSലെ കറുപ്പിനെ നോക്കാക്കുന്നു. TJ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? TJ എത്തിയിരിക്കുന്നു. തൊട്ട് താഴെ TJ ഇല്ല. RSSന്റെ മെയിൻ ലൈനപ്പ് ഇവിടെ എത്തി. DLX നൈപ്പ് അവിടെ പ്രണവ് സേട്ടിനെ ഫിനിഷ് ആക്കി കളയുന്നു. വിംബി അവിടെ കുറിപ്പിടാനിയെ ഫിനിഷ് ഓഫ് ആക്കുന്നു. അഖിൽ ജോഡ് അവിടെ BSലെ MJയെ നോക്കാക്കുന്നു. TJ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ബാഷ അവിടെ DLXലെ ബേണിനെ നോക്കാക്കുന്നു. ആൻഡ് ഇവിടെ KVA versus RSS7. KVA versus ഷെയ്ഖ് മുഹമ്മദ് അവിടെ DLX TJ കൊമ്പൻ അവിടെ കറുപ്പിനെ നോക്കാക്കുന്നു. നൂബ് RSS സാത്താനെ നോക്കാക്കുന്നു. നമുക്ക് നോക്കുവാണെങ്കിൽ എല്ലായിടത്തും വീണ്ടും ഫൈറ്റ് വന്നിട്ട് BS വീറ്റ് ഒരു പിക്ക് എടുക്കുന്ന ഒരാൾ ഡൗൺ ആണ്. ധനുബാണ് ഡൗൺ ആയിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ആ ഒരു ഫൈറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ടീമും. അതുകൊണ്ട് തന്നെ നല്ലൊരു പണിയാണ് കിട്ടിയത്. ഷെയ്ഖ് മുഹമ്മദ് ഒരു പിക്ക് എടുക്കുന്നു. ആസിഫിന്റെ മാധവനുണ്ട് ഒരു പിക്ക് എടുക്കുന്നു. നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ BS ഹൈഡ്ര പിക്ക് എടുക്കുന്നുണ്ട്. സോ നല്ല പോലെ ഒരു BSനും അതുപോലെ തന്നെ RSSനും പണി കിട്ടിയിരിക്കുന്നത്. വിംബിയുടെ ഒരു പിക്ക് ലോഡ് ബ്ലാക്ക് കൊണ്ട് ഡൗൺ ആയിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് പപ്പൂര് എടുക്കുന്നു. TJ റോബ് ലൂസി ലോഡ് ബ്ലാക്ക് കൊണ്ട് എടുക്കുന്നു. ഹൈഡ്ര ജിൻസക്കായിനെ എടുക്കുന്നു. മാധവനുണ്ടി CMലെ പ്ലെയർ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരുമിച്ച്. മാധവനുണ്ണിയോട് CMലെ റുമി കിക്കി പറയാണ്, ഇറങ്ങി പോടാ നാറി, എന്നെ കൂടെ കാണിച്ചു കൊടുക്കാതെ എന്ന് പറഞ്ഞ സാത്താൻ കാണുന്നുണ്ട്. അതിനകത്തുണ്ട് വിംബി അവരുടെ കൂടെ പോയി ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. 3 step. ഓ മൈ ഗോഡ്, 3 പേരും ഒരുമിച്ച്. TVയുടെ വക സാവേജ് പുഷ് ചെയ്യുന്നു. ഡെസ്ട്രോ പുഷ് ചെയ്യുന്നു. സൈപ്പർ നോക്കെടുക്കുന്നു. സാവേജ് നോക്കെടുക്കുന്നു. ഡെസ്ട്രോ നോക്കുന്നു. നമുക്ക് നോക്കാം. TV അവിടുന്ന് പുഷ് ചെയ്ത് വന്നിട്ടുണ്ട്. TVയെ അടുത്തൊരു പ്ലെയറിനെ കൂടെ നോക്കാക്കുന്നു. ഇറ്റാച്ചി നോക്കാക്കുന്നു. സ്റ്റീവ് അസ്രയേൽ അഖിൽ ജോഡ് അവിടെ BS ക്യൂബിനെ നോക്കാക്കുന്നു. TVയെ നീൽ അവിടെ ഇറങ്ങി വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ബാക്ക് ടു സോണിലേക്ക് കയറണം. CMല്
രണ്ടുപേരും ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. RSS-7 CM-ഉം ബ്ലാക്ക് സ്ക്വാഡും എല്ലാം ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കണ്. ഇറ്റാലിയക്ക് ഹൈറ്റ് അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നു. ഇറ്റാലിയ നോക്കുവാണെങ്കിൽ KVA കറന്റ് 18 കില്ലോട് കൂടി ഒന്നാമതും, ബ്ലാക്ക് സ്ക്വാഡ് 12 കില്ലോട് കൂടി രണ്ടാമതും, RSS-7 10 കില്ലും, TGA 10 കില്ല്, എൽ ക്ലാസിക്കോ 9 കില്ല്, RSS-7 DLX എലിമിനേറ്റ് ആയിട്ടുണ്ട് 5 കില്ലും, മാസിൽ ഒരു പ്ലെയർ 3 കില്ലും, TVA 3 കില്ലുമാണ് കറന്റ് ഉള്ളത്. ഓ, ബ്ലാക്ക് സ്ക്വാഡ് vs CM ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓ, TVA ഡോർക്കി അവിടെ ഒരു പ്ലെയറിനെ കൂടെ ഫിനിഷ് ഓഫ് ആക്കുന്നു. ആൻഡ് ഇറ്റാലിയ പുഷ് ചെയ്ത് വരുന്നുണ്ട് TVA അടുത്തേക്ക്. ഈസി നട്ടാമി സോൺ ഔട്ടിൽ കൂടെ വരുന്നുണ്ട്. 5 ടീമുകൾ സ്റ്റിൽ ബാക്കിയുണ്ട്. 5 ടീമുകൾ. കണ്ടോണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ TJ വരുന്നുണ്ട് ബാക്ക് സ്റ്റാപ്പ് ആയിട്ട്. TJ ഇറ്റാലിക്കാണ് ഒരു പണി കിട്ടിയത് ഈ ഒരു സമയത്ത്. കറക്റ്റ് സമയം മാസ് യെസ് ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ മാസം അവിടെ എടുത്തിട്ടുണ്ട്. നോക്കണമെങ്കിൽ ഫൈറ്റ് എടുക്കുന്നത് ഇറ്റാലി വേഴ്സസ് മാസാണ് നടക്കുന്നത്. അതേപോലെ TJ ആണ് നടക്കുന്നത്. എല്ലാവരും ഒരുമിച്ചാണ് ഫൈറ്റ് എടുക്കുന്നത്. ഇറ്റാലി ഡെൽ പിയറോ എടുത്തിട്ട് പിക്കെടുക്കുന്നത്. മാസിന്റെ പുള്ളോപ്പിനെ പിക്കെടുക്കുന്നത്. മാസിലെ ഒരാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ മാസിന് വെയിറ്റ് ചെയ്ത് നോക്കാം. പൊസിഷൻ പോയിന്റ് ആണ് നോക്കുന്നത്. ഇറ്റാലി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. TJ ഓ, TVA കറക്റ്റ് സമയത്ത് മേളിലോട്ട് കയറി വരുന്നുണ്ട്. രണ്ടുപേരെ മാറി അടിക്കുന്നു ഇറ്റാലിയ. രണ്ടുപേരെ മാറി അടിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റാലിയ. TVA വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് TGA ദ ഫൈനൽ സർക്കിൾ. 4 പേര് മാത്രം ബാക്കി. 4 ടീമുകൾ മാത്രം ബാക്കി. ഒരു ടീം ആരാണ്? മാസോടെ വൈപ്പ് ഓഫ് ആയി. 3 ടീമുകൾ, 3 ടോപ്പ് ടീമുകൾ തമ്മിലുള്ള ബാറ്റിൽ. TVA വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് TGA ദ ഫൈനൽ സർക്കിൾ, ദ ഫൈനൽ ബാറ്റിൽ. സോൺ അങ്ങനെ എന്റെ ആയിരിക്കുന്നു. ഇത് എന്തായാലും ഒരു സ്നൈപ്പിനെ നോക്കാക്കിയിരിക്കുന്നു ഇറ്റാലിയുടെ ഒരു പ്ലെയർ. സ്നൈപ്പിനെ റിവൈവ് ചെയ്യാൻ യാതൊരു നീലും പോയിരിക്കുന്നു. രണ്ടുപേരും അനാവശ്യമായി പോയി. ആ ഒരു റസ് അവിടെ പോസിബിൾ ആണോ? അല്ല, പോസിബിൾ ആവൂല. ആ ഒരു റിവൈവ് പോസിബിൾ ആക്കിയില്ല. നീല് പോയി. പകരം നീലും താഴേക്ക് പോകുന്നുണ്ട്. സ്നൈപ്പും താഴേക്ക് പോയി. ഇല്ല, സ്നൈപ്പ് വീണ്ടും അവിടെ നോക്കാവുന്നുണ്ട്. TGA എല്ലാ സോണും കൂടെ നടുക്കോട്ട് വന്നോണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഫൈറ്റ് നടക്കുന്നുണ്ട്. നീലിന് പണി ഡെസ്ട്രോയ് അവിടെ വീണിരിക്കുന്നു. TVAക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ഡോർക്കി അവിടെ ഇറ്റാലിയുടെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നുണ്ട്. ഡോർക്കി TVA ജോസൂട്ടി അവിടെ നീലിനെ നോക്കാക്കുന്നു. TGA ജോസൂട്ടി അവിടെ നീലിനെ നോക്കാക്കുന്നുണ്ട്. TVAക്ക് നല്ല രീതിയിൽ പണി പാളിയ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കറന്റ് ഉള്ളത്. രണ്ടുപേര് ഡെസ്ട്രോയെ നോക്കാക്കുന്നു. ജുഗുറു അവിടെ നോക്കാവുന്നു. TVAക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ഇല്ല, TVA സോണിൽ കയറാൻ യാതൊരു വഴിയില്ല. സോൺ ഔട്ടിൽ മരിക്കുന്നതായിരിക്കും TVAയിലെ പ്ലേയേഴ്സ്. സോൺ ഔട്ടിൽ വീണിരിക്കുന്നു TVA. ഈ ഒരു സോൺ നല്ല രീതിയിൽ TVAക്ക് പണി കിട്ടിയിരിക്കുന്നു. സാവേജ് മാത്രം ബാക്കിയാണോ? ആൻഡ് TVA വേഴ്സസ് ഇറ്റാലിയ വേഴ്സസ് TGA. സാവേജ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. TVA വേഴ്സസ് ഇറ്റാലിയ. അവിടെ TGA കൊമ്പനെ നോക്കാക്കുന്നു. ഇറ്റാലിയ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ നോക്കാം നമുക്ക് എന്ത് സംഭവിക്കാം എന്നൊരു സോണിലേക്ക് നമ്മൾ പോകുന്നു. TVAക്ക് വേണ്ടി സാവേജ് പിടിച്ചു കൊടുക്കുന്നു. സാവേജിന്റെ ഒരു സെൻസിബിൾ ഗെയിം പ്ലേ. സാവേജിന്റെ വക ഒരു സെൻസിബിൾ ഗെയിം പ്ലേ എന്ന് പറയണം. ഒരു ഹീൽ ബാറ്റിലാണോ? ഹീൽ ബാറ്റിൽ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ഹീൽ ബാറ്റിലാണോ നോക്കാം. TVAക്ക് വേണ്ടി ഹീൽ ബാറ്റിൽ ചെയ്യുന്നു സാവേജ്. ഹീൽ ബാറ്റിലാണോ? ഹീൽ ബാറ്റിൽ ചെയ്യാൻ പറ്റുമോ? TVAക്ക് ഹീൽ ബാറ്റിൽ ചെയ്യുന്നു സാവേജ്. അവിടെ ഹീൽ ബാറ്റിൽ ചെയ്യുവാണോ? ഹീൽ ബാറ്റിലാണോ TVAക്ക് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഓ, താരൊക്കെ അവിടെ കണ്ടുപിടിക്കുന്നു. സോൺ കില്ലാണ്. 9 കില്ലോട് കൂടി 19 പോയിന്റ് സെക്യൂർ ചെയ്ത് ഇറ്റാലിയ #1 അടിക്കുന്നു. അഗൈൻ #2 നോക്കിയാൽ TVA ആണ് #2. ആൻഡ് ഇവിടുത്തെ ഫൈനൽ നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് വരാം. 19 #1 നമ്മുടെ ഇറ്റാലിയാണ് 9 കില്ലോട് കൂടി 19 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. TGA നോക്കുകയാണെങ്കിൽ #3 ആണ് 14 പോയിന്റോട് കൂടി 19 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു. #10 നോക്കിയാൽ KVA ആണ് 18 കില്ലോട് കൂടി 18 പോയിന്റ് സെക്യൂർ ചെയ്തിരിക്കുന്നു.